ആദ്യം തന്നെ കപ്സ മസാലയ്ക്കായിട്ട് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം, ബേ ലീഫ്, കുരുമുളക്, വറ്റൽമുളക്, ചെറിയ ജീരകവും വലിയ ജീരകവും ചുക്കും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിക്കാം. മുഴുവൻ മല്ലി ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഇട്ട് പൊടിക്കുകയാണ് കേട്ടോ. ഇനി ഒരു കുക്കറിലോട്ട് വെളിച്ചെണ്ണയും നെയ്യും കൂടി ഒഴിച്ച് ചൂടായി വരുമ്പോൾ സവാള കുഞ്ഞിതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി വാടി വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കപ്സ മസാല നമുക്ക് ഒരു 3-3.5 സ്പൂണോളം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പകുതി ഇടുക. അതിനുശേഷം അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായി വഴറ്റുക. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല പഴുത്ത തക്കാളി ഇതേപോലെ പേസ്റ്റാക്കിയത് അരച്ച് ചേർക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് ഒന്നും കൂടി യോജിപ്പിച്ച ശേഷം 1 കപ്പ് ബിരിയാണി അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന നിലയ്ക്കാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ബിരിയാണി അരിയുടെ അളവനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുക്കർ ഇതേപോലെ ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്താൽ മതി. ഇനി നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ഒന്ന് വറുത്തെടുക്കുക. കുക്കർ തുറന്നപ്പോൾ ഏകദേശം ഒന്ന് ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ചിക്കൻ മാത്രം സെപ്പറേറ്റ് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ ഗ്രേവിയിലോട്ട് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ചെറുനാരങ്ങ നീരും ഒരു 2-3 ചെറുനാരങ്ങയുടെ തൊലിയും പിന്നെ മാഗി മസാല അല്ലെങ്കിൽ മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുള്ള ബസ്മതി റൈസും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി കുക്കറിൻ്റെ മൂടി ഇതേപോലെ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി ഒരു പാത്രത്തിലോട്ട് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മാഗി മസാല പിന്നെ കപ്സ മസാല ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് വയ്ക്കുക. നമ്മുടെ കുക്കർ തുറന്ന് ഇതേപോലെ ഒന്ന് ബിരിയാണി റൈസ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു മസാലക്കൂട്ടിലോട്ട് വേവിച്ച് വെച്ച ചിക്കൻ്റെ പീസ് ഓരോന്നായി ഇട്ട് കൊടുത്ത് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകം മതി. ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണം കണ്ടിട്ട് നിങ്ങൾ വെന്ത് കുഴഞ്ഞു എന്ന് വിചാരിക്കരുത്. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആ ഒരു ബിരിയാണി റൈസിൻ്റെ പരുവത്തിനായി കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ബിരിയാണി സെറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ ബിരിയാണി റൈസ് ഇട്ടു. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ ലെയറായിട്ട് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയാം. കറക്റ്റ് ആ ഒരു പരുവത്തിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ശരിക്കും ഈ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ മുന്തിരിയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഓരോ പീസ് ഇതിന് മേലെയായിട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് നിറഞ്ഞു. എന്നിട്ട് കുറച്ച് നെയ്യും കൂടി തൂക്കി നമുക്ക് അടച്ചു വെച്ച് ഇതേപോലെ ഒന്ന് ദം ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ റൈസ് കഴിക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ്. എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ എടുത്തതാട്ടോ. അപ്പോൾ ആ എടുക്കണ ഒരു സ്റ്റെപ്പ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. നിങ്ങൾക്ക് റൈസ് കണ്ടറിയാം. വിട്ട് കിടക്കണേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം ഈ ക്രിസ്മസിന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കപ്സ റൈസ് അടിപൊളിയാട്ടോ.